അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. നരകത്തിൽ നിന്ന് കുടുംബങ്ങളെയും മക്കളെയും കാക്കാൻ അല്ലാഹു നമ്മളോട് നിർദ്ദേശം തന്നിട്ട് ഇപ്പൊ ഇതാ വെക്കേഷൻ സമയമാകുമ്പോഴേക്ക് സമ്പത്തിന്റെ പുരോഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഇല്ലാത്തതിൽ നിന്ന് കടം വാങ്ങി ഒപ്പിച്ച് 10,000-ഉം 5,000-ഉം 8,000-ഉം 18,000-ഉം എണ്ണിക്കൊടുത്തിട്ട് 1-ാം നമ്പർ അന്യപുരുഷന്മാരോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ഇക്കിളി സ്വീകരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ യാത്ര വിടുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, അവരെ ജീവിതത്തിൽ കൂടുകൂട്ടേണ്ടി ഉണ്ടാക്കേണ്ടി വരുന്ന ഹയാ തച്ചു തകർത്തതില് നമുക്ക് വലിയൊരു പങ്കുണ്ട്. കടുത്ത ഹറാമാണ്. ഏത് സ്കൂളിൽ നിന്നാണെങ്കിലും ശരി, ഏത് മാനേജ്മെന്റിന്റെ കീഴിലാണെങ്കിലും ശരി, അന്യ ആണും അന്യ പെണ്ണും തോളുരുമ്പിയിട്ടുള്ളൊരു യാത്ര, ദുനിയാവിൽ അന്തം വിട്ടിട്ട് അന്താണിച്ചുകൊണ്ട് രാവും പകലും കൂത്താടിയിട്ട് തിമിർത്താടിയിട്ട് മുസ്ലിം സഹോദരനും സഹോദരിയും ഇമ്മാതിരി യാത്ര നടത്താൻ ആരാ സഹോദരങ്ങളെ അനുവാദം തന്നത്? ആരാ നമുക്ക് പെർമിഷൻ തന്നത്? എന്നിട്ട് എണ്ണിക്കൊടുക്കാൻ ഒരു ഹയാവും ഇല്ലാതെ ഉള്ള കുട്ടിന്റെ ഹയാവും ചാരിത്ര ശുദ്ധിയും വരെ നഷ്ടപ്പെടുത്താൻ കടുത്ത ഹറാമാണ്. ഒരു വാപ്പയും അതിന് കാശ് വീശരുത്. എന്റെ കുട്ടി മാത്രം പോയിട്ടില്ലെങ്കിൽ ഞാനൊരു 2-ാം നമ്പർ ആളാകൂലേ? നിങ്ങൾ 1-ാം നമ്പർ തന്നെ ആകും, 2-ാം നമ്പർ ഒന്നും ആകൂല. ഈമാനോടുകൂടെ ജീവിക്കണം. ആ പോകുന്ന യാത്രക്ക് വേണ്ടി 1 രൂപ കൊടുക്കുന്നത് പോലും ഹറാമാണ്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചോ. നിങ്ങളും നിങ്ങളെ മക്കളും ഭാര്യയും കൂടി ഓരോ സ്ഥലത്തും പോയി സിയാറത്ത് കാഴ്ച സ്ഥലങ്ങൾ കണ്ട് നല്ല റാഹത്തോടെ തിരിച്ചു വന്നു. ഒരന്യപുരുഷന്റെ കൂടെയും വേട്ടയാടാൻ, ഒരന്യപുരുഷനും നിങ്ങളെ പെണ്ണിന്റെ ശരീരം കാഴ്ചവെക്കാൻ, ഒരന്യപുരുഷനും തോള് ചേർത്തിയിട്ട് അവിടെ ഉല്ലസിക്കാൻ, അധ്യാപകന്മാർ പോലും പോകാത്ത മണിക്കൂറുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂത്താടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന രംഗത്തിന് വേണ്ടി സാക്ഷിയാകാൻ ഒരൊറ്റ ആണിനും പെണ്ണിനും ബാപ്പമാര് കാശ് വീശരുത്, ഉമ്മമാര് കാശുണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ മക്കളുടെ ഈമാനും ഹയാവും തച്ച് തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രകളാണെന്ന വിഷയത്തിൽ സന്ദേഹമില്ല. നമ്മൾ ശരിക്കാലോചിക്കണം. നമ്മൾ മഹാന്മാരെ മാനിച്ചുകൊണ്ടാണ് ഉറൂസിന് വന്നത്. അവര് പടുത്തുയർത്തിയൊരു ഈമാനുണ്ട്, അവര് പടുത്തുയർത്തിയൊരു വിശുദ്ധിയുണ്ട്. അതിന് കത്തിവെക്കുന്ന നാമമാത്രം മുസ്ലിങ്ങളാകരുത്. നമ്മള് പിശാചിന്റെ ചാബല്യങ്ങൾക്ക് ചിറകുമുളച്ചു കൊടുക്കുന്ന, അതിന് കൊടി തൂക്കിക്കൊടുക്കുന്ന, സിന്ദാബാദ് പറയുന്ന ആളുകളാകരുത്. പിശാചിനോട് സമരം ചെയ്ത് അവന്റെ മുഖങ്ങളെ തോൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട് ജീവിക്കാൻ പക്വതയുള്ള ആളുകളായിട്ട് നമ്മൾ വളരണം. നമ്മുടെ കുട്ടിക്ക് കാഴ്ചാസ്ഥലം കാണണോ? ഒരു കാറ് വാടകയ്ക്ക് എടുത്തോളൂ. നിങ്ങൾ കോട്ടാങ്കിൽ നിങ്ങൾ ഒട്ടിക്കോളൂ, ഡ്രൈവറെ വിളിച്ചോളൂ. ഭാര്യയും മക്കളൊക്കെ കണ്ടോട്ടെ, സുന്നത്തല്ലേ. മസാറുകളിൽ പോയി കാഴ്ചാസ്ഥലം കണ്ട് തിരിച്ചു വന്നോളൂ. അന്യപുരുഷന്മാരുടെ കൂടെ, പീറച്ചക്കന്മാരുടെ കൂടെ നിങ്ങളെ മക്കളെ താന്തോന്നിത്തരം ചെയ്യാൻ വേണ്ടി, അനാവശ്യത്തിന് വേണ്ടി, അവരുടെ സ്വകാര്യതകൾ മുഴുവനും വെളിവാക്കി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി, ശരീരസ്പർശനം നടത്തുന്നതിന് വേണ്ടി, ഒന്നിച്ചിരുന്ന് ഉല്ലസിക്കുന്നതിനും കൂത്താടുന്നതിനും ഉറങ്ങുന്നതിനും ചുറ്റിക്കടങ്ങുന്നതിനും ഒരൊറ്റ മിനിറ്റ് വിട്ടുപോയാൽ ആ പെണ്ണിൽ എന്നേക്കുമായി കാത്തു സൂക്ഷിക്കേണ്ട ഹയാ, ഈമാനിന്റെ ഏറ്റവും വിശുദ്ധമായ ഒരു തലം, അത് തകർക്കുന്നതിൽ നമ്മൾ സഹായിച്ചു എന്ന് വേണം പറയാൻ. നമ്മളാണ് അതിന്റെ കാരണക്കാര്, നമ്മളാണ് അതിന്റെ ഉത്തരവാദികള്. ബോധപൂർവം ഞാൻ പറയുകയാണ്. സങ്കടമുണ്ട് സഹോദരങ്ങളെ കാര്യം പറയുന്നതിൽ. എന്റെ ശബ്ദം ശവിക്കുന്ന ഒരൊറ്റ ഉമ്മയും അതിനുവേണ്ടി ആഗ്രഹിച്ചു പോകരുത്. പിശാചിന്റെ പാതയമാണത്. ഒരു പെണ്ണും ഒരാണും, നിങ്ങൾ നോക്ക്, ഒരു പെണ്ണും ഒരാണും ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവിടെ മാത്രമേ നമുക്ക് മസല അറിയുള്ളൂ അല്ലേ? എന്റെ റൂമിൽ വന്നിട്ട് ഒരു പെണ്ണ് സംസാരിക്കണമെങ്കിൽ ഞാൻ ആരാകണം, പെണ്ണാരാകണം? എന്റെ റൂമിൽ, ഞാൻ ഈ പള്ളിയിൽ ഒരു ഖത്തീബ, നിങ്ങൾ കൂട്ടിക്കോളൂ, ഉസ്താദ് അവർക്കുണ്ട്. എന്റെ റൂമിൽ വന്നിട്ട് ഒരു പെണ്ണ് എന്നോട് മുഖാമുഖം സംസാരിക്കണമെങ്കിൽ ഞാൻ ആരാകണം, പെണ്ണാരാകണം? ഇജിത്തിമായിന് ഒന്ന് ഒരുമിച്ച് കൂടുന്നതിന് ഞങ്ങൾ രണ്ടുപേരും ആരാകണം?
ആരാകണമെന്നാ മഹാന്മാര് പഠിപ്പിച്ചത്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പഠിപ്പിച്ചത് സംസാരിക്കുന്ന ആള് സുഫിയാൻ സൗരി റളിയല്ലാഹുവിനെ പോലെ ഗ്രേഡിലെത്തണം, സംസാരിക്കുന്ന പെണ്ണ് റാബിയത്തുൽ അദവി റളിയല്ലാഹുവിനെ ഗ്രേഡിലെത്തണം. നിങ്ങളെ മക്കളൊക്കെ ആ ഗ്രേഡിലാ? നിങ്ങളെ ആൺകുട്ടികളൊക്കെ ഈ ഗ്രേഡിലാ? തോളും പിടിച്ച് നടക്കാൻ, ഒരുമിച്ചിരുന്ന് കിന്നാരം പറയാൻ, എല്ലാ ഐസ്ക്രീമുകളും മറ്റും വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടോട് ചേർത്ത് കൊടുക്കാൻ, ഹറാമിന്റെ കൂത്തരങ്ങളാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒളിയ അജണ്ട മുസ്ലിമിന്റെ സംസ്കാരവും ഈമാനും തകർക്കുന്നതിന് ഉണ്ടോ എന്ന് ബോധപൂർവം സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെ ഒരു നിയ്യത്തുണ്ടാകും. ഇസ്ലാമിന്റെ ഇസ്സത്തും മൂമിനിന്റെ പാരമ്പര്യവും ഈമാനൊക്കെ തകർക്കുന്നതിന് ഇതേ മാർഗമുള്ളൂ. അങ്ങനല്ലേ? മഹാന്മാരോടുള്ള മഹബത്ത് തകർക്കലല്ലേ ബ്രിട്ടീഷുകാർ കാര്യമായി എടുത്ത പണി. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോ മുസ്ലിങ്ങളെ മുഴുവനും അവർ കാണുന്നത് എങ്ങനെയാണ്? മഹത്തുക്കളോടുള്ള വലിയ ബഹുമാനം, അവരോടുള്ള സഹായതേട്ടം, അവരോടുള്ള തവസ്സുല്, അവരോടുള്ള ബഹുമാനവും സ്നേഹവും അതില്ലായ്മ ചെയ്യാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ കച്ചകെട്ടി ഇറക്കിയപ്പോഴോ അപ്പോഴല്ലേ സഹോദരങ്ങളെ മുസ്ലിമിന്റെ ഉള്ളിൽ പുഴുക്കൾ ബാധിച്ചത്. അതേപോലെ ഇസ്ലാം ഇസ്സത്തോടെ കാത്തു സൂക്ഷിക്കുന്ന ഈമാനിന്റെ സൗന്ദര്യം അതിനൊരു ചെറിയ തുരങ്കം സൃഷ്ടിക്കാൻ, തടസ്സം സൃഷ്ടിക്കാൻ ഇങ്ങനെ രംഗമുണ്ടാക്കിയാൽ കഴിയുമെന്ന് ആസൂത്രിതമായി ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അത്തരം ഒരു വേളയിലേക്ക് കൊടുക്കരുത്.